അടി പറ. ഞാൻ 1 മണിക്കൂർ കൂടി എടുക്കും. 1 മണിക്കൂറോ? ഞാൻ ഇവിടെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, നീ പരിചയപ്പെടാം. അപ്പോഴത്തേക്ക് ഞാൻ വരാം. അതൊന്നും ശരിയാവില്ല, നീ വാ. നീ ചെല്ല്, ഞാൻ വരാം. ഓ ശരി, വേഗം വാ. ശ്രേയ, ആദ്യല്ലേ? സോറി, അലീന വരെ ലേറ്റ് ആവുമല്ലേ? ആ, 2 ആഴ്ച ആയതിൽ ഞങ്ങൾ പരിചയപ്പെട്ട്. എപ്പോഴൊക്കെ പുറത്തു അപ്പോഴൊക്കെ അവൾ ലേറ്റ് ആണ്. 2 ആഴ്ച കൊണ്ട് ഇത്രയും കമ്പനിയായോ? ആ, 2 ആഴ്ച എന്തിനാ? 2 ദിവസം പോരെ കമ്പനി ആവാൻ. അപ്പോൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ. ഇഷ്ടം പോലെ. ഇപ്പൊ തന്നെ നമ്മൾ കമ്പനി ആയില്ലേ, അതുപോലെ. എന്തോ എന്നെ കൊണ്ട് പറ്റില്ല അത്. എന്ത്? തന്നെ പോലെ 2 ദിവസം കൊണ്ട് കമ്പനി ആവാനൊക്കെ. 2 ദിവസത്തിന്റെ ആവശ്യം എന്താ? ഒരു 2 മിനിറ്റ് പോരി. സോറി, അലീനയാണ് പറഞ്ഞു ഇവിടെ മീറ്റ് ചെയ്യാന്ന്. അല്ല, ഞാനാ പറഞ്ഞത്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. ഈ സ്ഥലം ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ അല്ലാതൊരു കാരണവുമില്ല. അപ്പോ നിന്റെ എന്തോ പ്രശ്നം കാണും. ഏയ് അങ്ങനെയൊന്നുമില്ല. ഓ, വലിയ സീക്രട്ടായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലടി. അത് സോറി കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോറി. It's okay. Sit. വാടി ഇരിക്കി. Aditya, I want to say something. പറയടി. അല്ലെങ്കിൽ വേണ്ട, അവനും കൂടെ വരട്ടെ. അവനോ? അളിയ നീയാ? Adi, I'm sorry. I can't take this forward anymore. Da, I'm sorry. We are in a relationship. Neha, is this some kind of joke? Alaya, I'm sorry. നിന്നോട് എനിക്കൊന്നും പറയാനില്ല. അത് വേണ്ട. പക്ഷെ നിന്റെ എല്ലാ ചിറ്റത്തരും അറിയാന്നിട്ട് ഞാൻ കൂടെ കൊണ്ടാടുന്നു. അവസാനം നീ എനിക്കിട്ട അല്ല, സിനിമയിലെ നിരശകാമുകന്മാരെ പോലെ താടിയും മുടിയും ഒക്കെ വളർത്തിയോ? അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അന്ന് രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു. ആൻഡ് ദാറ്റ് ടിൽറ്റഡ് മൈ ലൈഫ് അപ്സൈഡ് ഡൗൺ. മരണത്തെ എനിക്ക് പേടിയില്ല. പക്ഷെ നീ എന്മേൽ നേടിയെന്ന് വിചാരിക്കുന്ന ജയങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അവസാന 1 മണിക്കൂറിൽ നിനക്കെതിരായി നിൽക്കും. ഗുഡ് ബൈ. ഒരു മണിക്കൂർ. സാർ. ശരി ഞാൻ വിളിക്കാം. എന്താ കാര്യം? സാർ എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു സാർ.
ഒരു സൂസൈഡ് നോട്ടാ, പക്ഷേ ആരയച്ചെന്ന് അറിയില്ല സാർ. അയച്ച ആരാണെന്ന് എനിക്കറിയില്ല. ഇല്ല സാർ, ഇല്ല. മെസ്സേജ് ഒന്ന് കാണിക്ക്. എടാ ചെറുക്ക, നിന്നെ ആരോ പറ്റിക്കാൻ വേണ്ടി ഫേക്ക് മെസ്സേജ് അയച്ചതാ. അല്ല സാർ, ഉറപ്പാണ്. അല്ല, ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ ഇപ്പം സമയമില്ല. ആയിരിക്കട്ടെ, അയച്ചയാൾ നിനക്ക് അറിയാത്ത ആളാണെന്നുള്ള കാര്യം നിനക്ക് ഉറപ്പാണ്? ഉറപ്പാണ് സാർ. ഉറപ്പാണ്. അതാ നീ വല്ല പണിയും പറ്റിച്ചേ. സാർ, സംസാരിച്ചിരിക്കാൻ സമയമില്ല സാർ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം. എടാ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫേക്ക് മെസ്സേജാണ്. മാത്രമല്ല SI റൗണ്ട്സിന് പോയിരിക്കുക, വരാൻ ഒരു മണിക്കൂർ എടുക്കും. സാർ സാർ അത്രയും സമയമില്ല സാർ. അതിനു മുമ്പ് ചിലപ്പോൾ ഏതായാലും നീ വന്നതല്ലേ, ഒരു പരാതി എഴുത്താ. ഇത് കണ്ടിട്ടൊരു BSNL നമ്പറാണെന്ന് തോന്നല്ലോ. ആടെ പറ, ഞാൻ ഓഫീസിലാണ്. അളിയാ. ഓക്കെ മാൻ, ഓക്കെ. നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. നീ എനിക്ക് എൻ്റെ നമ്പറിൻ്റെ അഡ്രസ് ഞാൻ എടുത്തു, എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നീ എന്ത് ചെയ്യാൻ പ്ലാൻ? എനിക്കറിയില്ല, എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാ. എന്നിട്ട് രക്ഷപ്പെട്ടു. കഷ്ടിച്ച്. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു കാരണം വേണ്ടി, അത് നിനക്കറിയോ? അവളുടെ പിറകെ ഇരുന്ന് സയ്യായിട്ടൊരു പയ്യൻ്റെ ചെറിയൊരു തമാശ. ഒരു പയ്യനെ ഒരു പെൺകുട്ടി അടിച്ചാൽ അത് ലോകം മുഴുവൻ കണ്ടാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവിടെ തെറ്റുകാരിയായി. പക്ഷെ ഒരു പെണ്ണിനെ ഒറ്റപ്പെടുത്താൻ ഇത്രയൊക്കെ പോരെ? പാവോടാ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കൂടി അറിയില്ല. പക്ഷെ അവൾക്കറിയായിരുന്നു. ഒരു മുഖവരയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ പലരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത ആ ദൃശ്യത്തിൽ എൻ്റെ മുഖം തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാം? ഒരു പെൺകുട്ടിയായ ഞാൻ ഒരു പയ്യനെ കൈനീട്ടി അടിക്കാനുണ്ടായ സാഹചര്യം എത്ര പേർ അന്വേഷിച്ചു? അത് കാരണം ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ എത്ര പേർക്കറിയാം? പക്ഷേ അതൊന്നും പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷെ നിങ്ങൾ അറിയണം അവൻ ആരാണെന്നും അവൻ പറഞ്ഞതെന്താണെന്നും. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ശരിയും തെറ്റും. അന്ന് അവിടെ അവൻ ഒരു പെണ്ണ് പറയുമ്പോൾ എല്ലാവരും കേൾക്കും. അവളത് കരഞ്ഞു പറഞ്ഞാൽ വിശ്വസിക്കും. അന്ന് സംഭവിച്ചതും അത് തന്നെയാണ്. ഇത് ശരിയോ തെറ്റോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ എൻ്റെ ലൈഫ് അത് ഞാൻ തീരുമാനിക്കും. കഥ തുടങ്ങിയപ്പോൾ പെണ്ണാണല്ലോ എന്നോർത്തൊരു വിഷമമായിരുന്നു. എന്നാ ഇപ്പോ ഏയ് ഒന്നുമില്ല. അല്ല, ഈ കഥയിൽ തനിക്കെന്താ റോൾ? മനസ്സിലായില്ല? ഇല്ല. അല്ല, ആ മെസ്സേജ് എങ്ങനെ തനിക്ക് വന്നു? ചിലപ്പോൾ അതിനെയായിരിക്കും കർമ്മ എന്ന് പറയുന്നത്. 2 ബെസ്റ്റ് ഫ്രണ്ട്സ്, 2 ജിയോ സിം,
ഒരു നമ്പർ വ്യത്യാസം. ലെറ്റ് മീ ഗസ്. വാട്ട്? അവന് വരേണ്ട മെസ്സേജാണ് തനിക്ക് വന്നത്. അല്ല, താൻ എനിക്ക് ആ പെൺകുട്ടി ഒന്ന് പരിചയപ്പെടുത്തി തരണം. പിന്നെന്താ? ആ, എത്ര നേരമായിടി? പിന്നെ സമയമില്ല സമയത്ത് ഞാനിവിടെ വന്നതും പോരാ. സാരില്ലടി, ഞാനും ഇവനും കഥയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അല്ലേടാ? ആ. അല്ല, നിങ്ങളിതെങ്ങനെയാ പരിചയം? നിനക്കല്ലേ പെൺകുട്ടിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ധൈര്യക്കുന്നു. സീരിയസ്ലി? ഞാൻ എന്ത് പറയണമെന്ന് കരുതിയിരുന്നതാ. അതിന്റെ ഇടയിൽ തെണ്ടി കയറി കൊളവാക്കും ഞാൻ അറിഞ്ഞില്ല. എടാ, എനിക്ക് പോവാൻ സമയമായി. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. ശരി, നീ ചെല്ല്, ഞാൻ വരാം. അലീന, എൻ്റെ കഥയിൽ ഞാൻ പറയാതിരുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ചൊന്നു. ആ രാത്രി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ആ രാത്രി ഒരു നിമിഷത്തെ ഒറ്റപ്പെടലിൽ തോന്നുന്നൊരു ധൈര്യമുണ്ട്. അതാണ് പലപ്പോഴും നമ്മൾ ആത്മഹത്യയുടെ വക്കി കൊണ്ടെത്തിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ആ മെസ്സേജ് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം രക്ഷിച്ചു. ദൈവം ഞങ്ങൾക്ക് തന്ന ലൈഫ് ലൈൻ, ഒരു സെക്കൻഡ് ചാൻസ്. ജീവിതം അത്രയൊക്കെ ഉള്ളൂ. ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ.